ഇപ്പോൾ ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നൽകിയ കുറച്ചധികം വിവരങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന്, വളരെ നാളുകളായി തന്നെ ഈ ജയചന്ദ്രനും വിജയലക്ഷ്മിയും അടുപ്പത്തിലായിരുന്നു. 6-ാം തീയതി ഇവിടെ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം അമ്പലപ്പുഴയിൽ ജയചന്ദ്രനുമായി കണ്ടിരുന്നു. അതിനുശേഷം അവർ ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെ ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ചില മറ്റ് കോളുകൾ വന്നത് സംശയത്തിനിടയാക്കുന്നു. അതിനെ തുടർന്ന് വാക്കേറ്റം ഉണ്ടാകുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി പോലീസ് വ്യക്തത വരുത്തേണ്ടത്. ജയചന്ദ്രൻ ഇപ്പോൾ നിലവിൽ അമ്പലപ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും സിജു, ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയിലാണ് ജയചന്ദ്രൻ ഉള്ളത്. ഞാൻ നിൽക്കുന്നത് ജയചന്ദ്രൻ്റെ പുറക്കാട് കരൂരുള്ള വീടിന് സമീപമാണ്. ഇവിടെ മാധ്യമങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെ തന്നെ വിവരം അറിഞ്ഞിട്ടുണ്ട്. ഇത് കൊന്ന് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടോ, അത് മറ്റ് വല്ലയിടത്തും മറവ് ചെയ്തോ, അതോ ഇനി എന്ത് സംഭവിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടത്. എന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്നും പോലീസ് സംഘം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ബോഡി റിക്കവർ ചെയ്യാൻ തന്നെ ആയിരിക്കണം വരുന്നത്. അത്തരം സൂചനകൾ, വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിക്കാതെ യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇവിടെ എവിടെയും മറവ് ചെയ്തിട്ടുണ്ടാകാം എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ജയചന്ദ്രനും തന്നെ ഈ സ്ത്രീയുമായിട്ട്, വിജയലക്ഷ്മിയുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. ഈ ഒരു അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക്. പണിതീരാത്ത, പണി പൂർത്തിയാകാത്ത വീടാണെന്ന് തോന്നുന്നു. ജയചന്ദ്രൻ്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. 6-ാം തീയതി കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മി എന്ന് പറയുന്ന യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. അമ്പലപ്പുഴ സ്വദേശിയായ ജയചന്ദ്രൻ എന്ന മത്സ്യത്തൊഴിലാളിയുമായി അടുപ്പത്തിലായിരുന്നു വിജയലക്ഷ്മി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും 6-ാം തീയതി കാണാതായ വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയതായ ഒരു സംശയമാണ് ഇതിൻ്റെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായി അമ്പലപ്പുഴ പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം, കരുനാഗപ്പള്ളി പോലീസും നിലവിൽ അമ്പലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എവിടെയാണ് കുഴിച്ചുമൂടിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഷാജഹാൻ നിൽക്കുന്നത് ഈ ജയചന്ദ്രൻ്റെ വീടിൻ്റെ മുന്നിലാണ്. ജയചന്ദ്രൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം, ജയചന്ദ്രൻ വിവാഹിതനാണോ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജയചന്ദ്രൻ വിവാഹിതനാണ്. അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ബന്ധുക്കൾ വീട്ടിലാരും തന്നെ ഇല്ല. ജയചന്ദ്രനെ കഴിഞ്ഞ 2 ദിവസം മുമ്പായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവാം എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീടും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഷാജഹാൻ മറവ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള സൂചനകൾ ആണ് ലഭ്യമാകുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള തുടരാം. ഹലോ തുടരാം, കേൾക്കുന്നുണ്ട്. സ്ഥിരീകരണം നമുക്ക് ലഭ്യമല്ല. പക്ഷേ എന്തായാലും ഈ മൃതദേഹം ഇവിടെ എവിടെയോ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം തന്നെയാണ് കരുനാഗപ്പള്ളി പോലീസും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ പോലീസും വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം ഇവിടെ എത്തുന്നതും ഇത് പരിശോധനയ്ക്കായിട്ട് ഇവിടെ എത്തുന്നതും. അല്പസമയത്തിനകം അവർ എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ലല്ലോ, കാരണം പണി പൂർത്തിയാകാത്തൊരു വീടാണല്ലോ. ജയചന്ദ്രൻ വേറെ എവിടെയെങ്കിലുമാണോ താമസിച്ചിരുന്നത്? ജയചന്ദ്രനും ഇതിന് സമീപത്ത് ജയചന്ദ്രൻ്റെ വീടുണ്ട്. അവിടെ ആവാം ജയചന്ദ്രൻ താമസിക്കുന്നതിന് തൊട്ട് സമീപത്തുള്ള വീട്ടിലാണ്. ഇത് പണിതീരാത്തൊരു വീടാണ് ഇതിന് തൊട്ട് സമീപത്തായിട്ടുള്ളത്. ഇവിടെ ചില സംശയകരമായ സാഹചര്യമൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസൊക്കെ എത്തി പരിശോധന നടത്തിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പോലീസിന് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ജയചന്ദ്രനിൽ നിന്നും പൂർണ്ണമായിട്ടും ചില വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടാവാം. ആ ഒരു ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, അതായത് മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് ഇവിടെ എത്തിയിരുന്നു. പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയതിന് ശേഷമാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനി ലഭ്യമാകാനുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നുമുള്ള പോലീസ് ഇവിടെ എത്തിച്ചേരാനുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രൻ വിജയലക്ഷ്മി എന്ന് പറയുന്ന യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയെന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്.